ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടേസ്റ്റി കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല വെളുത്തുള്ളി അച്ചാറാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കി വെച്ച് വരാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/4 കിലോ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണയാണ് ഒഴിക്കാൻ താല്പര്യമെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാം. പിന്നെ കൂടുതൽ നാൾ ഇരിക്കാൻ നല്ലത് നല്ലെണ്ണയായിരിക്കും. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർക്കുക. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 8 പച്ചമുളകോളം ഞാൻ എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതൊന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ പൊളിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കുക. ഞാൻ ഇവിടെ വലിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ചെറിയ വെളുത്തുള്ളി ആയിരിക്കും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ വലിയ വെളുത്തുള്ളി തൊലി കളഞ്ഞ് 1-2-3 കീറിയെടുത്തു. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് വാടിക്കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതിൽ 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചോടെ ചേർത്തു. എന്നിട്ട് പിന്നെ ഒരു പിഞ്ച് ഓഫ് കായം, ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂൺ കായവും കൂടെ ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ പിന്നെ നമുക്ക് വിനാഗിരി ആഡ് ചെയ്യണമല്ലോ, പുളിക്ക് വേണ്ട. അപ്പോൾ അതിനുള്ള വിനാഗിരി ഒരു 6 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്തു. അച്ചാറിടുമ്പോൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നല്ല കളറൊക്കെ കിട്ടുമല്ലോ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ വിനേഗറിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പുളിയുടെ അനുസരിച്ചാണല്ലോ. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അടിപൊളി വെളുത്തുള്ളി അച്ചാർ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.